തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി വൻഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിക്കുമെന്ന വിശ്വാസമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. നമുക്കറിയാം, കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. സാധാരണക്കാരൻ്റെ ജീവിതം ദുസ്സഹമായ ഒരു പശ്ചാത്തലത്തിലേക്ക് കേരളത്തിൻ്റെ കഴിഞ്ഞകാല സംസ്കാരങ്ങൾ, നാം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ, വർഗീയതയോട് അശേഷം സന്ധി ചെയ്യാത്ത സമീപനങ്ങൾ, ഇതിലെല്ലാം മായം ചേർത്തുകൊണ്ടാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രാദേശിക സർക്കാരുകൾ അവർക്ക് നൽകേണ്ട ഫണ്ടുകൾ യഥാസമയം നൽകാതെ, അവർക്ക് നൽകേണ്ട നിയമാനുസൃതമായ ബഡ്ജറ്റ് വിഹിതം യഥാസമയത്ത് നൽകാതെ വികസനം പിന്നോട്ട് തള്ളുന്ന ഒരു സമീപനമാണ് ഇക്കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ ഗവൺമെൻറ് കഴിഞ്ഞ 9.5 വർഷമായി കേരളം ഭരിക്കുന്ന ഇടത് ഗവൺമെൻറ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രാദേശികമായ വികസനങ്ങൾ വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ സാധാരണക്കാരൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന പല സംവിധാനങ്ങളിലും മുരടിപ്പുണ്ടായിട്ടുണ്ട്. എന്നാൽ അത്തരം മുരടിപ്പുകളെ അതിജീവിക്കുവാൻ പലയിടത്തും സാധിച്ചത്, അവിടെ ഏറ്റവും നൈപുണ്യം നിറഞ്ഞ വികസനം കാഴ്ചവെക്കുവാൻ സാധ്യമായത് അവിടുത്തെ കാര്യക്ഷമതയുള്ള ഭരണസമിതികൾക്കാണ്. അങ്ങനെയുള്ള ഭരണസമിതികളുടെ പേര് നോക്കും, അതിനകത്തൊക്കെ മുൻപിൽ നിൽക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതികൾ തന്നെയാണ്. അതുകൊണ്ട് ആ രീതിയിൽ ഏറ്റവും മികവുള്ള ഭരണം കാഴ്ചവെച്ചു എന്നതിൻ്റെ പേരിൽ തന്നെ പലയിടങ്ങളിലും, കേരളത്തിൽ എല്ലായിടങ്ങളിലും UDFൻ്റെ ഭരണസമിതി മുന്നോട്ട് വരും. അതേസമയം ഭരണ കാര്യക്ഷമതയില്ലാതെ കെടുകാര്യസ്ഥത നിറഞ്ഞ കേവലം രാഷ്ട്രീയാധിപത്യത്തിൻ്റെ പേരിൽ കുറേ കാലമായി ഭരിക്കുന്ന പ്രാദേശിക സർക്കാരുകളുണ്ട് CPMൻ്റെ. അവരെയെല്ലാം കടപുഴകി വലിച്ചെറിയുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണാം. മറ്റൊന്ന്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾ, വികസന നയങ്ങൾ, കാഴ്ചപ്പാടുകൾ, സാധാരണക്കാരനെ വഞ്ചിക്കുന്ന സമീപനങ്ങൾ, ഇതിനെതിരെയുള്ള വലിയ തുറന്ന ഒരു ജനവിധി തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിവിധ കേരളത്തിലെ കോർപ്പറേഷനുകൾ, കേരളത്തിലെ മുനിസിപ്പാലിറ്റികൾ, തദ്ദേശ ത്രിതല സംവിധാനങ്ങളിലൊക്കെ അധികാരത്തിൽ വരുമെന്ന ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും.